പെബിൾസ് മലയാളം. ജയവർദ്ധന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പന്മകം. ഇവിടം ബ്രഹ്മാസുരൻ എന്ന അസുരനായിരുന്നു ഭരിച്ചിരുന്നത്. പാൽക്കടൽ കടന്ന് അമൃതെടുത്ത് മഹാവിഷ്ണു മോഹിനി അവതാരം കൈക്കൊണ്ട് അസുരകുലത്തെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ചു എന്ന വിവരം ബ്രഹ്മാസുരനെ കോപപ്പെടുത്തി. ബ്രഹ്മാസുരൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കടും തപസ്സു ചെയ്തു. ശിവഭഗവാൻ ബ്രഹ്മാസുരന്റെ തപസ്സിൽ പ്രീതനായി. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ബ്രഹ്മാസുരൻ പറഞ്ഞു, ശിവഭഗവാനെ, എല്ലാ ലോകവും എൻ്റെ കീഴിൽ വരണം. ഇത് നടക്കുവാനായി എനിക്ക് വരം തന്നാലും അതുപോലെ ആവട്ടെ എന്ന് ഭഗവാൻ ആശീർവദിച്ചു. അതുപോലെ ഭഗവാനെ, ആരുടെ തലയിൽ ഞാൻ കൈവച്ചാലും അവർ ചാമ്പലാവണം. അതുപോലൊരു വരം കൂടി തന്നാലും അതും നടക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. നാരദരെ, നിൽക്കൂ, എന്തിനാണ് ഈ ഓട്ടം? ആരായത്? വിഷ്ണു ഭഗവാനാണോ? നാരായണ നാരായണ. നാരദർ പറഞ്ഞു, ഭഗവാനെ, ശിവഭഗവാൻ തൻ്റെ ഭക്തന് അനുഗ്രഹം നൽകി ആരുടെ തലയിൽ കൈവച്ചാലും ആ നിമിഷം അവർ ഭസ്മമാകുമെന്ന അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. വരം നൽകിയവരുടെ തലയിൽ കൈവയ്ക്കാൻ ശ്രമിച്ചു ആ അസുരൻ. ഭഗവാനും എന്നെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്നാൽ ഞാൻ മോഹിനി അവതാരമെടുത്ത് ആ ദുഷ്ടനെ ഇല്ലാതാക്കും. ഞാനും ശിവഭഗവാനും ചേർന്ന് ഒരു ആൺകുഞ്ഞിനെ ഈ ലോകത്തിൻ്റെ സത്യം, ധർമ്മം എന്നിവ പരിപാലിക്കാനായി പിറവി നൽകും. നാരായണ നാരായണ. മോഹിനി അവതാരമെടുത്ത വിഷ്ണു ബ്രഹ്മാസുരന്റെ മാളികയിൽ ഒരു നർത്തകിയായി നടനമാടി. അസുരന്റെ മനം കവർന്നു. മോഹിനി രൂപത്തിൽ മതിമറന്ന അസുരൻ ചോദിച്ചു, ആരാണ് നീ? മോഹിനി ഉത്തരം പറഞ്ഞു, മന്ന, ഞാൻ ദേവലോകത്തു നിന്നും വരുന്നു. താങ്കളെക്കുറിച്ച് നിറയെ കേട്ടിരിക്കുന്നു. അതിനാലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അസുരൻ പറഞ്ഞു, നീ സമ്മതിച്ചാൽ ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പോകുന്ന ഞാൻ നിന്നെ പത്നിയാക്കാം. മോഹിനി പറഞ്ഞു, മന്ന, അങ്ങയുടെ പത്നിയാവാൻ ആർക്കാണ് ആശയില്ലാത്തത്? എന്നാൽ
തനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. അസുരൻ പറഞ്ഞു, നിന്റെ ലക്ഷ്യത്തെ അലക്ഷ്യപ്പെടുത്തുന്നവനല്ല ഈ ബ്രഹ്മാസുരൻ. എൻ്റെ കൂടെ നടനമാടി ജയിക്കുന്നവനെയാണ് ഞാൻ പതിയായി സ്വീകരിക്കുക. അസുരൻ പറഞ്ഞു, കഠിനമാണ്, എന്നാലും ഞാൻ തയ്യാറാണ്. ഇരുവരും നടനമാടി. മോഹിനി നടനമാടുമ്പോൾ വലത്തുകൈ തൻ്റെ തലയിൽ വെച്ചു. മതിമറന്ന അസുരൻ തൻ തലയിൽ വലത്തുകൈ വെച്ചു. അവന് ലഭിച്ച വരപ്രകാരം അവൻ തന്നെ ഇല്ലാതായി മാറി. മോഹിനിക്കും ശിവഭഗവാനും ആൺകുഞ്ഞ് ജനിച്ചു. ഭൂമിയിൽ ധർമ്മവും നീതിയും നടപ്പാക്കാനായി ആ ദിവ്യ ബാലകനെ പമ്പാ നദിക്കരയിൽ വിട്ട് ഇരുവരും മറഞ്ഞു. പെബിൾസ് മലയാളം.